പീഠത്തിന്റെ കാര്യത്തില് പീഠം ഈ സുഹൃത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴേ അപ്പൊ അതെന്തുകൊണ്ട് നേരത്തെ ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല ഈ കാര്യം? അത് അദ്ദേഹത്തിനോട് ചോദിക്കണ്ടേ? അത് അദ്ദേഹത്തിനോട് ചോദിക്കണം. കേട്ടില്ല. ആ മനുഷ്യൻ അദ്ദേഹമായിട്ട് ചോദിക്കണം. കാര്യം എന്നാൽ പെട്ടെന്നൊരു ബൂമിങ് വന്ന് ഒരു വിവാദം ഉണ്ടായി, അതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ടായി. ആദ്യം ഈ വിവാദം വരുന്നത് തിരുമേനി തന്നെ അത് കയ്യിലില്ല എന്ന് പറയുമ്പോഴാണല്ലോ തുടങ്ങുന്നത്. സ്ട്രോങ് റൂമിലുണ്ടോ? അതിപ്പോ നിങ്ങൾ ഈ പറയുന്നത്, ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഒരു പീഠത്തിനകത്ത് 3.5 പവന്റെ സ്വർണ്ണമേ ഉള്ളൂ. ഞാൻ കൊടുത്ത ഒരു സാധനമായിരുന്നു. ആ ദേവസ്വം ബോർഡ് ഞാൻ പഴിചാരുന്നു എന്ന് ഇപ്പോൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നിങ്ങളെല്ലാവരും വന്ന് നിൽക്കുന്നത്, ഞാൻ എന്നെ കാണാനും എൻ്റെ ജനനം മുതൽ ഇനി മരണം വരെയുള്ള എല്ലാ കണക്കുകളും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനും വന്നിരിക്കുന്നത് എന്തിനാണ്? 1999 വിജയമല്ലയ ഗോൾഡ് ഗ്ലാഡിങ് ചെയ്തിരുന്നു എന്നുള്ള ആ ഒരു രേഖ വെച്ചുകൊണ്ടല്ലേ? അപ്പോൾ അത് എനിക്ക് തന്നതുകൊണ്ടല്ലേ? അപ്പം ഞാൻ ദേവസ്വം ബോർഡിനെ കള്ളനാക്കി എന്ന് പറയുന്നു എങ്കിൽ അപ്പോൾ അതിനേക്കാളും വലിയ ഒരു ദുരിതമല്ലേ ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ, ഞാൻ മറ്റേ ആക്ഷേപങ്ങൾക്കെല്ലാം നടപടിയെടുക്കട്ടെ. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ കാരണത്തിന്, അതായത് ഈ ഗോൾഡ് ഗ്ലാഡിങ് ചെയ്തൊരു സാധനം ചെമ്പുപാളി എന്ന് ദേവസ്വം ബോർഡ്, ഞാൻ ഇതുവരെയെങ്കിലും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു? ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആരോപിക്കാം, അതുകൊണ്ട് കാര്യമില്ലല്ലോ.